ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സമ്പന്ന വ്യക്തി എങ്ങനെ ഒരു ദരിദ്രനിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഈ വീഡിയോ ഉണ്ടാക്കുവാൻ വേണ്ടി എന്നെ സഹായിച്ച ചില പുസ്തകങ്ങളാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്, ഈ മിത്ത് റീവിസിറ്റഡ്, 7 ഹാബിറ്റ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. ഫ്രണ്ട്സ്, ഒരു സമ്പന്നനിൽ നിന്ന് ദരിദ്രനെ വേർതിരിക്കുന്ന ആദ്യത്തെ വ്യത്യാസം എന്തെന്നാൽ ഒരു സമ്പന്നൻ തനിക്ക് എപ്പോഴും പണം തരാൻ പറ്റുന്ന ആസ്തികൾ അഥവാ അസറ്റ് ഉണ്ടാക്കുവാനാണ് ശ്രമിക്കുക. അതിനുശേഷം മാത്രമേ തനിക്ക് സുഖസൗകര്യങ്ങൾ തരാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങിക്കുകയുള്ളൂ. എന്നാൽ പുവർ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ മറ്റുള്ളവരെ കാണിക്കുവാനും ഷോയിനും വേണ്ടി മാത്രം തനിക്ക് യഥാർത്ഥത്തിൽ ഒരു വാല്യൂവും തരാത്ത സാധനങ്ങൾ വാങ്ങിക്കുകയും ശേഷം നല്ലൊരു നിക്ഷേപം പോലും നടത്താൻ കയ്യിൽ പൈസയില്ലാതെ ജീവിതകാലം മുഴുവൻ ദരിദ്രനായി തുടരുകയും ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് കുറച്ചുകൂടി ഈസിയാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കിയാലോ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ടോം 6-7 വീടുകൾ അടുത്തടുത്തുള്ള ഒരു കോളനിയിലായിരുന്നു നിന്നത്. അവിടെ എല്ലാ വീടുകളും നന്നായി ഡിസൈൻ ചെയ്ത വലിയ വീടുകളായിരുന്നു. എന്നാൽ അവിടെ ഒരു വീട് മാത്രം ഒറ്റ നിലയുള്ള ഒരു ചെറിയ വീടായിരുന്നു. അതൊരു ബിസിനസ്മാൻ്റെ വീടായിരുന്നു. ബാക്കിയുള്ള എല്ലാ വീടുകളും ഡോക്ടർമാരുടെയും പ്രൊഫസർമാരുടെയും എഞ്ചിനീയർമാരുടെയും ഒക്കെ ആയിരുന്നു. ടോം നിൽക്കുന്ന വീട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർഡായ ഒരു അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വീടായിരുന്നു. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് 2 പേർക്കും പെൻഷൻ പോലും ഇല്ലായിരുന്നു. ടോം ആദ്യമായി അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവന് തന്നെ തോന്നി അവർ വലിയ പണക്കാരാണെന്ന്. കാരണം അവരുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് മുതൽ കാറ് വരെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അവൻ ആ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു നിന്നത്. പലപ്പോഴും അങ്കിളും ആൻറ്റിയും തമ്മിൽ പണത്തിൻ്റെ പേരിൽ വഴക്കു കൂടുമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു അധിക ചിലവ് അവർക്കിടയിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. ഒരിക്കൽ അങ്കിളുമായി സായാഹ്നത്തിൽ സമയം ചിലവഴിക്കുമ്പോൾ ടോം അങ്കിളിനോട് ചോദിച്ചു, നിങ്ങളുടെ അയൽക്കാരൻ അവരുടെ വീട് കംപ്ലീറ്റ് ആക്കിയില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇതിന് അങ്കിൾ പറഞ്ഞു, ഭയങ്കര പിശുക്കനാണ്, ഒരൊറ്റ ഫ്ലോറ് മാത്രമേ പണിതിട്ടുള്ളൂ, നോർമലായ കാറാണ് ഉപയോഗിക്കുന്നത്, പണം ചിലവാക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്, ഇയാളെ കൊണ്ട് നമ്മുടെ കോളനി പോലും കാണാൻ വൃത്തിയില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ടോം അവിടെ നിന്ന് മാറി. ഒരിക്കൽ അങ്കിൾ അവനെ വിളിച്ചു ചോദിച്ചു, PG പഠിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ വേക്കൻസി ഉണ്ടായിരുന്നു, റെക്കമെൻഡ് ചെയ്യാമോ എന്ന്. ടോം പറഞ്ഞു, ഓക്കെ അങ്കിൾ, പക്ഷെ വിചിത്രമെന്ന് പറയട്ടെ, അടുത്ത ദിവസം തന്നെ അങ്കിൾ അവനെ വിളിച്ചു ചോദിച്ചു, ഏതെങ്കിലും ഫ്രണ്ട്സിനോട് തിരക്കിയോ എന്ന്. ടോം പറഞ്ഞു, പക്ഷേ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് റൂം വളരെ കോസ്റ്റ്ലി ആണെന്ന്. ഇതിന് അങ്കിൾ പറഞ്ഞു, കാരണം ഞങ്ങൾ ഇത്രത്തോളം ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നീട് അടുത്ത ദിവസം അങ്കിൾ അവനെ വീണ്ടും വിളിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ വില കുറക്കാൻ തയ്യാറാണ്, നിങ്ങൾ അവരെ ഇങ്ങോട്ടേക്ക് അയക്കൂ എന്ന്. പക്ഷേ രണ്ടാമത് അങ്കിൾ നൽകിയ ഓഫർ പോലും ടോമിന്റെ ഫ്രണ്ട്സിന് വളരെ കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് അവരാരും അവിടെ പോയില്ല. ഈ ഒരു എക്സാമ്പിളിനെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിലെ തിയറിയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഈ സ്റ്റോറിയിലെ ഏറ്റവും ചെറിയ വീട് ഒരു ബിസിനസ്മാൻ്റെ ആയിരുന്നു. എങ്കിൽ ഇതേ ബിസിനസ്മാൻ്റെ വീടായിരുന്നു പിന്നീട് ആ കോളനിയിലെ ഏറ്റവും വലിയ വീട്. സെക്കൻഡ്, അങ്കിളിൻ്റെ കയ്യിൽ കാർ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം സ്കൂട്ടറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുറമേ വലിയ പണക്കാരായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് പണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതുതന്നെയാണ് പലപ്പോഴും അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള വഴക്കിൻ്റെ കാരണവും. ഫ്രണ്ട്സ്, പുവർ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ ഇത്തരം തെറ്റുകളാണ് ജീവിതത്തിൽ പലപ്പോഴായി ആവർത്തിക്കുന്നത്. ചിലപ്പോൾ സാലറി വെറും 15,000 രൂപ മാത്രമായിരിക്കും, എങ്കിൽ പോലും 50,000 രൂപയുടെ ഐഫോൺ വാങ്ങും. എത്രയാണോ ആവശ്യം അതിലും വലിയ കാർ ലോണിന് വാങ്ങും. വലിയ പൈസയുടെ ഷൂ, വലിയ പൈസയുടെ ജീൻസ്, ഇവയൊക്കെ. പക്ഷേ റിച്ച് മെൻറ്റാലിറ്റിയുള്ള ഒരു വ്യക്തി താൻ വാങ്ങുന്ന സാധനങ്ങൾ ജീവിതത്തിൽ തനിക്ക് എത്രമാത്രം വാല്യൂ തരാൻ പറ്റും എന്ന് തീർച്ചയായും പരിശോധിക്കും. അതിനുശേഷം മാത്രമേ അയാൾ ആ സാധനത്തിന് വേണ്ടി പണം ചിലവാക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്തെന്നാൽ റിച്ച് മെൻറ്റാലിറ്റിയുള്ള ഒരാൾ പണം ആദ്യം സ്വയം തന്നിൽ തന്നെ ചിലവഴിക്കും. അതിനുശേഷം മാത്രമേ മറ്റൊരാൾക്ക് വേണ്ടി ചിലവഴിക്കുകയുള്ളൂ. ഈ ഒരു പോയിന്റ് വ്യക്തമാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. നമ്മളിൽ പലരും റിച്ച് ഡാഡ് പുവർ ഡാഡ് പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ റോബർട്ടിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നി കിം കിയോസാക്കിയുടെയും യഥാർത്ഥ സ്റ്റോറി അറിയുകയുള്ളൂ. ഇവർ 2 പേരുടെയും മാരേജിന് മുമ്പ് റോബർട്ട് ഫിനാൻഷ്യലി വളരെ വീക്കായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് കുറേ അധികം ലോണുകളും ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ മന്ത്ലി സാലറിയിൽ കൂടുതലായിരുന്നു ഇവരുടെ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് തുക. പക്ഷേ റോബർട്ടിന് തൻ്റെ റിച്ച് ഡാഡിൻ്റെ എല്ലാ പ്രിൻസിപ്പിളും വളരെ നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പണം ആദ്യം സ്വയം തന്നിൽ തന്നെ ചിലവഴിക്കാൻ പറഞ്ഞത്. അതിനാൽ റോബർട്ട് നിർദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ സാലറിയുടെ 20%
എപ്പോഴും സേവ് ചെയ്തിരിക്കണം. അപ്പോഴും കടക്കാരിൽ നിന്ന് പലപ്പോഴായി നമുക്ക് പ്രഷർ ഉണ്ടാവാം. ഈ ഒരു പ്രഷറിൽ നിന്ന് സ്വയം മോട്ടിവേറ്റായി എക്സ്ട്രാ വർക്ക് ചെയ്ത് ഇൻസ്റ്റാൾമെൻറ്റിന് വേണ്ടി പണം സ്വരൂപിക്കാവുന്നതാണ്. കാരണം റോബർട്ടിന് വളരെ നന്നായി അറിയാമായിരുന്നു, താൻ ആദ്യം തന്നെ തൻ്റെ ലോൺ പൂർണ്ണമായി അടക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഭാവിയിൽ തനിക്കൊന്നും തന്നെ സേവ് ചെയ്യാൻ പറ്റില്ലെന്ന്. പിന്നീട് തൻ്റെ ഇതേ സേവിങ്സിൽ നിന്ന് തന്നെയാണ് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തതും ഒരു കോടീശ്വരനായി തീർന്നതും. ഫ്രണ്ട്സ്, നമ്മളിൽ പലരും പലപ്പോഴായി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം, ആദ്യം തന്നെ കടങ്ങളെല്ലാം തീർക്കാം എന്നിട്ട് സേവിങ് തുടങ്ങാമെന്ന്. അല്ല എങ്കിൽ നമ്മുടെ സാലറിയിൽ നിന്നും എത്രയാണോ ബാക്കി വരുന്നത് ആ പണം സേവ് ചെയ്യാമെന്ന്. പക്ഷേ ഈ ഒരു സീക്വൻസ് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ചെയ്യുന്നു. ലോക കോടീശ്വരന്മാരിൽ ഒരാളായ വാറൻ ബഫറ്റ് പോലും പറയുന്നത് ആദ്യം പണം സേവ് ചെയ്യുക, അതിനുശേഷം മാത്രം പണം ചിലവാക്കുക എന്നാണ്. ചിലപ്പോൾ നമ്മുടെ സാലറി തന്നെ വളരെ കുറവായിരിക്കും, എങ്കിൽ പോലും സാലറിയുടെ 20% തീർച്ചയായും സേവ് ചെയ്തിരിക്കണം. പക്ഷേ പണം സേവ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും പണക്കാരനാവില്ല. ആ പണം വളരെയധികം ചിന്തിച്ചുകൊണ്ട് കൃത്യമായി നിക്ഷേപിക്കുകയും വേണം. പക്ഷേ സമ്പന്നതയിലേക്കുള്ള ആദ്യത്തേതും അത്യാവശ്യവുമായ ചവിട്ടുപടിയാണിത്. നെക്സ്റ്റ് പോയിന്റ് എന്തെന്നാൽ, റിച്ച് മെൻറ്റാലിറ്റിയുള്ള ഒരാൾ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് 7 ഹാബിറ്റ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തിൽ ഷാർപ്പൺ ദ സോ എന്ന പേരിൽ വിശദീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വളരെയധികം കോസ്റ്റ്ലിയായ സാധനങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് ഒരിക്കലും തന്നെ TV-യിൽ കാണാറില്ല. ഒരിക്കലും തന്നെ ഫെറാറിയുടെയോ ലംബോർഗിനിയുടെയോ TV ആഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സമാനമായി ഹെലികോപ്റ്റർ കമ്പനികളും പ്രൈവറ്റ് ജെറ്റ് കമ്പനികളും TV ആഡ്സ് മൂലം അവരുടെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാറില്ല. ഇതെന്തുകൊണ്ടാണ്? കാരണം പോപ്പുലേഷൻ്റെ ഭൂരിഭാഗം ആൾക്കാരും TV കാണുന്നവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം കമ്പനികൾക്ക് കൃത്യമായി അറിയാം അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് ഒരിക്കലും തന്നെ TV-യിൽ സമയം വേസ്റ്റ് ചെയ്യാറില്ല എന്ന്. കൂടുതലായും മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരിൽ പലരും ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD, പോസ്റ്റ് ഡോക് എന്നിവയൊക്കെ കഴിഞ്ഞവരായിരിക്കാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവരിൽ പലരും പലപ്പോഴും പഠനത്തിന് ശേഷവും ജോലിക്ക് ശേഷവും താൻ റെസ്റ്റ് ഡിസേർവ് ചെയ്യുന്നു എന്ന് ചിന്തിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ തൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഒരിക്കലും ശ്രമിക്കില്ല. ജോലിക്ക് ശേഷം സമാധാനമായി വീട്ടിലിരുന്ന് TV കാണും. ഇതുപോലെ തന്നെ പല മിഡിൽ ക്ലാസ് ബിസിനസ്സുകാരും വീട്ടിൽ വന്ന് സമാധാനമായി TV കാണും. കാരണം പുതുതായി എന്തെങ്കിലും പഠിക്കുന്നത് ഇത്തരക്കാരിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ റിച്ച് മെൻറ്റാലിറ്റിയുള്ള ഒരാൾ ജീവിതകാലം മുഴുവൻ തൻ്റെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ബിൽ ഗേറ്റ്സിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, അദ്ദേഹം മൈക്രോസോഫ്റ്റിൽ നിന്ന് റിട്ടയർഡ് ചെയ്തിട്ട് പോലും തൻ്റെ ഒഴിവ് സമയങ്ങളിൽ പുസ്തകം വായിക്കുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ നോട്ട്സ് തൻ്റെ വെബ്സൈറ്റായ gatesnote.com-ൽ പബ്ലിഷ് ചെയ്യാറുമുണ്ട്. ഇതോടൊപ്പം അദ്ദേഹം തൻ്റെ ഭാര്യയുമായി സഹകരിച്ച് ബിൽ മെലിൻഡ ഫൗണ്ടേഷനിലും പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഫൗണ്ടേഷൻ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു കാര്യം ഒരു റിച്ച് മെൻറ്റാലിറ്റിയുടെ പെർഫെക്റ്റ് ആയ എക്സാമ്പിളാണ്. ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത പോയിന്റ് പറയുന്നത് ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചാണ്. നമ്മളിൽ അധിക പേരും നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഓ ഭാഗ്യം, ലൈഫ് സെറ്റായെന്ന്. ഇതിനർത്ഥം ഞാനിനി വളരാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇതേ ജോലി തന്നെ തുടരും എന്നാണ്. പക്ഷേ നമ്മൾ അതേ ജോലി തന്നെ തുടരുകയാണെങ്കിൽ നമ്മുടെ സാലറി ഇൻക്രിമെൻറ്റിലൂടെയും പ്രമോഷനിലൂടെയും പ്രവചനാതീതമായ രീതിയിൽ മാത്രമേ കൂടുകയുള്ളൂ. ഇതുകൊണ്ട് തന്നെ നമ്മൾ സ്കാർസിറ്റി മൈൻഡ് സെറ്റിൽ എത്തിപ്പെടും. അതായത് നമ്മൾ എപ്പോഴും പണം സേവ് ചെയ്യാൻ ശ്രമിക്കും. ഇലക്ട്രിസിറ്റി ബിൽ പൈസ എങ്ങനെ സേവ് ചെയ്യാം, വാട്ടർ ബിൽ പൈസ എങ്ങനെ സേവ് ചെയ്യാം, ഫുഡ് എക്സ്പെൻസ് എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ. പിന്നീട് ഇതേ സ്കിൽസ് ജീവിതകാലം മുഴുവൻ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് തൻ്റെ സമയത്തെക്കുറിച്ചും ഇച്ഛാശക്തിയെക്കുറിച്ചും കൃത്യമായി ബോധമുണ്ടാവും. അതിനാൽ അവർക്ക് വളരണമെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുടെ സഹായം കൂടിയേ തീരും. അതുകൊണ്ട് തന്നെ റിച്ച് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ വീട്ടുജോലി മുതൽ ഓഫീസിലെ ടെക്നിക്കൽ ജോലി വരെ ഔട്ട്സോഴ്സ് ചെയ്യും.
ഈ സമയം ഇത്തരക്കാർ തങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള റെയർ ആയതും വാല്യുബിളുമായ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. ഇത്തരത്തിൽ ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനാൽ പ്രധാനമായും 2 ഗുണങ്ങളാണുള്ളത്. ഒന്നാമത്, ഇത്തരക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വലിയൊരു ഘടകമാണ്. 2, ഈയൊരു പ്രക്രിയയിൽ ധാരാളം പേർക്ക് ജോലി ലഭിക്കും. ഫ്രണ്ട്സ്, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രമാത്രമാണ്: നിങ്ങൾ വളരുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വളർച്ചയെ തടയാതെ തീർച്ചയായും ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മുടെ 5ാമത്തെ പോയിന്റാണ് തിങ്ക് വിൻ വിൻ. ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കാൻ വേണ്ടി റിസർച്ചേഴ്സ് ഒരു എക്സ്പെരിമെന്റ് നടത്തുകയുണ്ടായി. റിസർച്ചേഴ്സ് ഇതിനായി 2 അപരിചിതരെ ഒരു റൂമിൽ ഇരുത്തുകയും ടേബിളിൽ $100 വയ്ക്കുകയും ചെയ്തു. ശേഷം $100 2 പേർക്കുമിടയിൽ പങ്കിടാൻ പറഞ്ഞു. എന്നാൽ റിസർച്ചേഴ്സിന് ചില കണ്ടീഷനുകളും ഉണ്ടായിരുന്നു. കണ്ടീഷൻ നമ്പർ 1, ആദ്യത്തെ വ്യക്തിക്ക് തീരുമാനിക്കാം $100 എങ്ങനെ പങ്കിടണമെന്ന്. കണ്ടീഷൻ നമ്പർ 2, രണ്ടാമത്തെ വ്യക്തിക്ക് തീരുമാനിക്കാം ആദ്യത്തെ വ്യക്തി എങ്ങനെയാണോ $100 പങ്കിട്ടെടുത്തത് ആ ഡീൽ അംഗീകരിക്കണോ വേണ്ടയോ എന്ന്. രണ്ടാമത്തെ വ്യക്തി അത് അംഗീകരിക്കുകയാണ് എങ്കിൽ 2 പേർക്കും $100 പങ്കിട്ടെടുക്കാം. അല്ല എങ്കിൽ 2 പേർക്കും ഒന്നും തന്നെ ലഭിക്കില്ല. ഈ ഒരു എക്സ്പെരിമെന്റിൽ റിസർച്ചേഴ്സിന് ഒരു പാറ്റേൺ കണ്ടെത്താൻ കഴിഞ്ഞു. ആദ്യത്തെ വ്യക്തി $100 തുല്യമായി പങ്കിടുകയാണ് എങ്കിൽ രണ്ടാമത്തെ വ്യക്തി ആ ഡീൽ തീർച്ചയായും ആക്സെപ്റ്റ് ചെയ്യും. ആദ്യത്തെ വ്യക്തി 60-40 എന്ന ഫോർമാറ്റിൽ $100 പങ്കിടുകയാണ് എങ്കിൽ രണ്ടാമത്തെ വ്യക്തി ആ ഡീലും ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ആദ്യത്തെ വ്യക്തി 70-30 എന്ന ഫോർമാറ്റിൽ $100 പങ്കിടുകയാണ് എങ്കിൽ രണ്ടാമത്തെ വ്യക്തി ആ ഓഫർ റിജക്റ്റ് ചെയ്യുമായിരുന്നു. അതായത് മനുഷ്യവികാരത്തിന്റെ ടിപ്പിംഗ് പോയിന്റ് 70-30 ആയിരുന്നു. റിസർച്ചേഴ്സ് ഈ ഒരു എക്സ്പെരിമെന്റ് വളരെയധികം ആൾക്കാരിൽ പരീക്ഷിച്ചെങ്കിലും അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ റിസൾട്ട് സെയിം ആയിരുന്നു. അഥവാ നമ്മളായിരുന്നു ആ രണ്ടാമത്തെ വ്യക്തിയെങ്കിൽ നമ്മൾ തീർച്ചയായും ഇങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക: എന്തിന് ആദ്യത്തെ വ്യക്തി $70 എടുത്തിട്ട് $30 എനിക്ക് തന്നു, അതുകൊണ്ട് ഞാൻ എന്തിനവനെ $70 എടുക്കാൻ അനുവദിക്കണമെന്ന്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം ലോജിക്കലി ചിന്തിക്കുകയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ നമുക്കൊന്നും തന്നെ നഷ്ടപ്പെടാനില്ല. ജസ്റ്റ് ഒരു യെസ് മൂളിയിരുന്നുവെങ്കിൽ $30 ലഭിക്കുമായിരുന്നു. പക്ഷേ നമ്മളിൽ പലരും ഈ ഓഫർ റിജക്റ്റ് ചെയ്യും. ഇതുതന്നെയാണ് ഒരു പുവർ മൈൻഡ് സെറ്റുള്ള ആളുടെ സൈക്കോളജിയും. കാരണം ഇത്തരം അവസരങ്ങളിൽ ഉണ്ടാവുന്ന അസൂയ, സങ്കടം, മത്സരബുദ്ധി എല്ലാം തന്നെ നമ്മളെ ആദ്യത്തെ വ്യക്തിയുടെ ഓഫർ റിജക്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. പക്ഷേ ഒരു റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾ എപ്പോഴും വിൻ വിൻ സിറ്റുവേഷനിലാണ് വിശ്വസിക്കുക. വിൻ ലോസ് 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 ഡീൽ ഒരിക്കലും ഒരു റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾ ചെയ്യില്ല. ഈവൻ വിൻ വിൻ സിറ്റുവേഷനിൽ കുറഞ്ഞൊരു ശതമാനം ലഭിക്കുകയാണെങ്കിൽ പോലും റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾ ആ ഡീൽ അക്സെപ്റ്റ് ചെയ്യും. കാരണം ഇത്തരം ആയിരക്കണക്കിന് അവസരങ്ങൾ തനിക്ക് ഇനിയും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഇത്തരക്കാർക്ക് നന്നായി അറിയാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ 5 പോയിന്റാണ് കവർ ചെയ്തത്. ആദ്യത്തെ പോയിന്റ് എന്തെന്നാൽ ഫസ്റ്റ് അസറ്റ് ദെൻ കംഫർട്ട്. ആദ്യം പണം ഉണ്ടാക്കാൻ പറ്റുന്ന ആസ്തികൾ ഉണ്ടാക്കുക, ശേഷം മാത്രം സുഖസൗകര്യങ്ങൾ തരുന്ന സാധനങ്ങൾ വാങ്ങുക. സെക്കൻഡ്, പേ യുവർ സെൽഫ് ഫസ്റ്റ്. എപ്പോഴും സാലറിയുടെ 20% സേവ് ചെയ്യുക. പിന്നീട് സേവ് ചെയ്ത പണം വളരെ ചിന്തിച്ച് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുക. തേർഡ്, ഇംപ്രൂവ് യുവർ സ്കിൽ. എപ്പോഴും പുസ്തകങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും നമ്മുടെ കഴിവ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർത്ത്, ഔട്ട്സോഴ്സ്. നിങ്ങൾ വളരുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വളർച്ചയെ തടയാതെ ജോലികൾ തീർച്ചയായും ഔട്ട്സോഴ്സ് ചെയ്യുക. ഫിഫ്ത്ത്, തിങ്ക് വിൻ വിൻ. എപ്പോഴും വിൻ വിൻ സിറ്റുവേഷനിൽ വിശ്വസിക്കുക. നമ്മൾ കഴിവുള്ളവരാണ് എങ്കിൽ അവസരങ്ങൾ നമ്മളെ താനെ തേടിയെത്തും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ.